കുഞ്ഞിച്ചു മിന്നസൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്റർ അല്ല 1153 പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണം കേട്ടോ. കാര്യം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് എല്ലാ ദിവസവും വരുന്നുണ്ട്. അതേപോലെ എല്ലാ വീക്കിലും വൺ പീസിന്റെ ചാപ്റ്റർ ഇറങ്ങാൻ നേരത്ത് അപ്പോൾ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുമുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ കിങ് ഹാർലിനെയും ഡോറിനെയും ബ്രോഗിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അവർ ചെറുപ്പത്തിൽ തന്നെ കളിക്കൂട്ടുകാരായിരുന്നു. അവർ ഒരുമിച്ചായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ കിങ് ഹാർൽ എന്ന് പറയുന്നത് ഏൻഷ്യൻ ജൈൻ ബ്ലഡ് ലൈനിൽ ജനിച്ചത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ മാസീവ് ആയിരുന്നു. അത് മാത്രമല്ല കൊളോസലായ ബോഡിയും മോൺസ്റ്റർസ് അല്ല സ്ട്രെങ്തും ഹൈ സ്റ്റാറ്റസും ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പിടിച്ചാൽ കിട്ടാത്ത ഒരു വലിയൊരു പ്രശ്നക്കാരനായിരുന്നു. ഇത് ഭയങ്കര അലമ്പാണ്. എൽബഫിൻ്റെ പുറത്തുള്ള എല്ലാവരും ചെറുതുമാണ്, വീക്കുമാണ്, അവർക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. അത് സത്യമല്ലേ? പിന്നെ അല്ലാതെ സാറ് പറയുന്നത് വളരെയധികം സത്യമാണ്. അവിടെ നമ്മൾ പോകുന്നത് മറ്റൊരു കിങ്ഡത്തിലേക്കാണ്. അതായത് ന്യൂ വേൾഡിലെ ഒരു കിങ്ഡം. അവിടെയായിട്ട് ഒരു സർക്കസ് നടപ്പുണ്ടായിരുന്നു. ആ സർക്കസിൻ്റെ ഉള്ളിൽ ഒരു കേജിനകത്ത് ഒരു വലിയൊരു ജൈൻറ്റ് പെങ്കൊച്ചുണ്ടായിരുന്നു. അവൾ അതിൻ്റെ അത് പൂട്ടിട്ടുകൊണ്ടാണ് അവിടെ ഷോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെണ്ണെ കാണുന്ന എല്ലാവരും പേടിച്ച് കാറിക്കൊണ്ടൊക്കെ ഓടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാഴ്ച ദൂരെ നിന്നുകൊണ്ട് നമ്മുടെ കിങ് ഹാൾ കാണുന്നുണ്ടായിരുന്നു. അവനത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഒന്ന് ജൈൻസിനെ കുറ്റം പറയുന്നു, പിന്നെ അവൻ്റെ നാടിനെ കുറ്റം പറയുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു രാജ്യം തന്നെ അവൻ നശിപ്പിച്ചിട്ട് അവൾ അവിടുന്ന് രക്ഷിക്കുന്നുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? എന്നോട് ക്ഷമിക്കൂ, ഞാൻ എൽബഫിൻ്റെ രാജാവാണ്. എനിക്ക് താങ്ക്സ് ഒന്നും പറയുന്നും വേണ്ട. ഇങ്ങനെ പെട്ടെന്ന് വന്നില്ല, എന്നോട് ക്ഷമിക്കണം കേട്ടോ. പക്ഷേ അവളപ്പോൾ പറയുന്നുണ്ട്, നീ എന്ത് മന്ദബുദ്ധിയെന്ന് പറഞ്ഞിട്ട് കിങ് ഹാളിലെ കാരണത്ത് നോക്കി ഒരു കിഡിലിന് അടിവെച്ച് കൊടുക്കും. അവരും ഞെട്ടി, അവിടെ ഉണ്ടെന്ന എല്ലാവരും ഞെട്ടി. കിങ് ഹാളിന് എന്ത് പറയണമെന്ന് പോലും അറിയാൻ പറ്റില്ലായിരുന്നു. അവൾ പറയുന്നുണ്ട്, കപ്പൽ തിരിക്കി, നീയൊക്കെ ആദ്യം പോയി അവരോട് ക്ഷമ പറയണം. കുറേ പേര് അവിടെ ഹേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷമ പറയാനാ ഞാനാ? അതോ ഇച്ചിരില്ലാത്ത കിങ്ഡത്തിലാ നടക്കും കുറേ? പിന്നെ ഒന്നും നോക്കില്ല. അവൾ വീണ്ടും അവനെടുത്ത് പെരുമാറുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, നിനക്കൊന്നും അറിയാമല്ല, ഞാൻ മരണത്തിൻ്റെ വക്കത്തിരുന്നപ്പോൾ അവരാണ് എന്നെ രക്ഷിച്ചത്. അവരുടെ കൈൻഡ്നസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത്. അവർ എനിക്ക് ഫുഡ് തന്നു, എൻ്റെ ഇഞ്ചുറീസൊക്കെ അവരാണ് ട്രീറ്റ് ചെയ്തത്. നിനക്ക് എന്തെങ്കിലും അറിയാവോ? നീ എന്താണ് പറഞ്ഞത്? ഇച്ചിരി ഇല്ലാത്ത കിണ്ടുവാ? നീ ജനിച്ചപ്പോൾ ഇത്ര വലുതായി പോയെന്ന് പറഞ്ഞ് നീ അഹങ്കരിക്കില്ലേ? മനുഷ്യരും ജൈൻസും എല്ലാവരും ഒരേപോലെയാണ്. നമ്മൾ ഇച്ചിരി വലുതായിരിക്കും, പക്ഷേ എന്നും പറഞ്ഞ് അവരുടെ അത്രയൊന്നും നമ്മൾ വളർന്നിട്ട് പോലുമില്ല. നീ അതൊരിക്കലും മനസ്സിലാക്കില്ലേ? എൽബഫിലെ ഏറ്റവും വലിയ പ്രശ്നമാണിത്. അങ്ങനെ അവളുടെ വഴക്കൊക്കെ കേട്ട നമ്മുടെ കിങ് ഹാർലാട്ടെ ആ കപ്പൽ തിരിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് അവർ ആ കിങ്ഡത്തിലേക്ക് ചെന്നിട്ടുണ്ട്. അവളാട്ടെ അവിടെ നിന്ന് പോയി അവരെ സഹായിക്കുന്നുണ്ട്. അത് അവരുടെ കിങ്ഡമൊക്കെ ഒന്ന് റീബിൽഡ് ചെയ്യാനായിട്ട്. ഈ സമയത്ത് ബാക്കിയുള്ളവർ നമുക്ക് കിങ് ഹാർലിനൊക്കെ ചോദിക്കുന്നുണ്ട്, മൈ കിങ്, അപ്പോൾ നമുക്ക് തിരിച്ചു പോയില്ല. പക്ഷേ അവൻ വഴക്കിട്ട് അവരെയും അങ്ങോട്ട് തന്നെ പറഞ്ഞിടുവാണ്. അത് ആ സിറ്റിയൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർക്ക് കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതായത് മനുഷ്യർ വീട് വെക്കുന്നതൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ടാണ്. പല രീതിയിലാണ് അവർ വീടൊക്കെ സെറ്റാക്കുന്നത്. അങ്ങനെ അവളുടെ സഹായത്തോടു കൂടെ നമ്മുടെ കിങ് ഹാൾ അവിടെ ക്ഷമ പറയുന്നുണ്ട്. അതായത് ആ മനുഷ്യരുടെ മേത്ത് ക്ഷമ പറയുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ അവൻ്റെ മേത്ത് കുറച്ചധികം മനുഷ്യർ കയറുന്നുണ്ട്. അങ്ങനെ ആദ്യമായി കിങ് ഹാർൽ അവിടെ ആഘോഷിക്കുവാണ്. പുള്ളിക്കാരൻ ഒരു കാര്യം മനസ്സിലായി, ഈ ലോകത്ത് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടും വേസ്റ്റ് ആണെന്ന് പുള്ളിക്കാരൻ മനസ്സിലായി. പുള്ളിക്കാരൻ തൻ്റെ ജീവിതം അവിടെ ആസ്വദിക്കാൻ തുടങ്ങി. പിന്നെ പുള്ളിക്കാരുടെ കഥ പറയുവാണ്. പുള്ളിക്കാരി ഇപ്പോൾ നമ്മുടെ ഹാളിലൂടെ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, പുള്ളിക്കാരി സൗത്ത് ബ്ലൂയിലെ ഒരു വില്ലേജിൽ നിന്നാണ് വരുന്നത്. റെഡ് ലൈനിൻ്റെ മുകളിൽ കൂടെ ഇപ്പുറത്തേക്ക് വന്നിട്ട് പുള്ളിക്കാരിക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇടയിലൂടെ നമ്മുടെ കിങ് ഹാളിൽ പല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പല മനുഷ്യരെ കാണുന്നുണ്ട്. അവൻ തികച്ചും മാറിപ്പോയി. മനുഷ്യരൊക്കെ അവൻ സഹായിക്കാനും തുടങ്ങി. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, നീ എൽബഫിലേക്ക് വാ കേട്ടോ, ഞങ്ങൾ കാണുന്ന പോലെ ഇത്ര സാവേജസ് ഒന്നുമല്ല. ശരിയാണ്, ഞാൻ ചിലപ്പോൾ നിന്നെ ജഡ്ജ് ചെയ്ത് കാണും. ഇത് ബാക്കിയുള്ളവർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. കാര്യം അവരും പറയുന്നുണ്ട് കിങ് ഹാൾ ശരിക്കും മാറിപ്പോയെന്ന്. അങ്ങനെ 105 വർഷങ്ങൾക്ക് മുമ്പ് എൽബഫിൽ വെച്ച് കിങ് ഹാൾ ഒരു വലിയൊരു പ്രസംഗം നടത്തുന്നുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ കുറേയധികം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ തെറ്റുകളൊക്കെ തിരുത്തേണ്ട സമയമായിരിക്കുന്നു. എൽബഫിന്റെ രാജാവ് എന്ന നിലയിൽ ഞാൻ ഈ ലോകം തന്നെ കാണാനിറങ്ങുവാണ്. പല സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ പോകുവാണ്. പല കൺട്രിയിലും പല നൈബർഹുഡിലും ചെന്ന് അവരുടെ കൾച്ചേഴ്സിനെ പറ്റി പഠിക്കാൻ പോകുവാണ്. അങ്ങനെ ഓരോന്നും ഈ രാജ്യത്തേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് ഈ രാജ്യം ഇനി ഞാൻ ഉയരത്തിലേക്ക് ഉയർത്താൻ പോകുവാണ്. ഡോറിനെ ബ്രോഗിനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുന്നുണ്ട്. കാര്യം അവരെപ്പോഴും മനുഷ്യരെ ഫെയർലി ആൻഡ് ഹോണറബിളി ആണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല നമ്മുടെ എൽബഫിൻ്റെ വാരിയുള്ള വേസ് ഒക്കെ അതുപോലെ ഉണ്ടെങ്കിലും നമ്മളിനി മാറാൻ സമയമായി. പല ട്രഡീഷനും ചേഞ്ച് ചെയ്യാൻ സമയമായി. ഈ രാജ്യം ഇനി ഉയരത്തിലേക്ക് പോകണം. കിങ് ഹാളിലെ വാക്കുകൾ എൽബഫിനെ പിടിച്ചു കുലുക്കുന്നുണ്ടായിരുന്നു. കാര്യം അത്രയും വലിയൊരു മാറ്റമാണ് എൽബഫിലേക്ക് സംഭവിച്ചിട്ടുണ്ടെന്നത്. സത്യം പറഞ്ഞാൽ എൽബഫ് ശരിക്കും ബ്ലെസ്ഡ് ആയിരുന്നു. കാര്യം കിങ് ഹാളിനെ പോലെ ഒരു കിങ് ഉള്ളത് കൊണ്ട് തന്നെ. അങ്ങനെ അവൻ പല സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. പല കണക്ഷൻസ് ഉണ്ടാക്കി. പല കാര്യങ്ങൾ അവൻ പഠിച്ചു. പല കൾച്ചേഴ്സിനെ പറ്റി അറിഞ്ഞു. പലതും ട്രേഡ് ചെയ്തു. അങ്ങനെ 81 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഈസ്റ്റേൺ ഫിഷിംഗ് വില്ലേജിൽ വെച്ചാണ് അത് സംഭവിക്കുന്നത്. അതായത് ഇടയ്ക്കും ഹാളിലും ഒരു കൊച്ചുണ്ടായി. പക്ഷെ
ആ ഒരു കാര്യം അത്ര നല്ലതല്ലായിരുന്നു. കാര്യം എൽബഫ് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. ഈഡനെ കല്യാണം കഴിക്കാൻ എൽബഫ് സമ്മതിക്കുന്നില്ലായിരുന്നു. കാര്യം പുള്ളിക്കാരി ഒരു പ്യുവർ ബ്ലഡിലുള്ള ഒരു ജയന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ. ഇട എന്നോട് ക്ഷമിക്ക്, എനിക്കിവിടെ ഒന്നും തന്നെ വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഹജറുദ്ദീൻ, അതായത് പുള്ളിക്കാരുടെ കൊച്ചിനെ ആ എൽബിലുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്നത് പുള്ളിക്കാരിക്കും ഹാപ്പിയായി. പുള്ളിക്കാരി പറയുന്നുണ്ട്, ഹജറുദ്ദീൻ നീ കേട്ടോ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇവിടെ തന്നെ നിൽക്കാം, നിനക്ക് നിൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കാം. പിന്നെ കാണിക്കുന്നത് മറ്റൊരു പെങ്കൊച്ചിനാണ്. അവളുടെ പേര് എസ്ട്രഡ് എന്നായിരുന്നു. അവളാട്ടെ നോർത്തിലെ ഒരു ആൽക്കഹോൾ വില്ലേജിൽ നിന്നാണ് വന്നിട്ടുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ഞാൻ താങ്കൾക്ക് വേണ്ടി ജനിച്ചവളാണ്, ഞാൻ താങ്കളുടെ ക്യൂനാകാൻ വേണ്ടി ജനിച്ചവളാണ്. എന്നിട്ട് പുള്ളിക്കാരി ഭയങ്കരധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പുള്ളിക്കാരി ഈ മിസ്ഫോർച്യൂണിലൊക്കെ നന്നായിട്ട് വിശ്വസിച്ച ഒരാളായിരുന്നു. അങ്ങനെ എസ്ട്രഡ് അവനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കിങ് ഹാളിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് മറ്റാരുമില്ലായിരുന്നു, ആഷുറ എന്ന് പറയുന്ന ഒരു ഹോഴ്സ് ആയിരുന്നു. ആ ഹോഴ്സ് ഗുഡ് ഫോർച്യൂൺ ഹോഴ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാര്യം അത് അത്രയും നല്ല ഗുഡ് ഫോർച്യൂൺ കൊണ്ടുവരുമായിരുന്നു. അത് മാത്രമല്ല അതിന് 8 കാലുകളുണ്ടായിരുന്നു. പുള്ളിക്കാരി ശരിക്കും ഒരു ക്യൂവിനെ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കൊട്ടാരത്തിലുള്ള പല പല കാര്യങ്ങളും പുള്ളിക്കാരി മാറ്റാൻ തുടങ്ങി. അതായത് മിസ്ഫോർച്യൂൺ വരാതിരിക്കാനുള്ള പല കാര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 70 വർഷത്തിന് മുമ്പ് വീണ്ടും നമ്മുടെ ഹാൾ സന്ദർശിക്കുന്നുണ്ടായിരുന്നു പല പല സ്ഥലങ്ങൾ. അതിൽ നമ്മുടെ വാനയുണ്ടായിരുന്നു. അത് മാത്രമല്ല പുള്ളിക്കാരൻ അവിടെ വെച്ച് അങ്ങാണ്ടാണ് നാവിഗേഷൻ, അതായത് അഡ്വാൻസ് നാവിഗേഷനൊക്കെ പഠിച്ച് അത് പുള്ളിക്കാരൻ കൺട്രിയിലേക്ക് കൊണ്ടുവരുന്നതും. വാന കൂടാതെ പുള്ളിക്കാരൻ ഫിഷ്മാൻ ഐസ്ലൻഡ് വിസിറ്റ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ 63 വർഷങ്ങൾക്ക് മുമ്പ് എൽബോഫിയെ ആ ഒരു കൊട്ടാരത്തിൽ വെച്ചാണ് അത് സംഭവിക്കുന്നത്. അതായത് നമ്മുടെ എസ്ട്രഡിന് ഒരു മകൻ പിറന്നിട്ടുണ്ട്. അവൻ ഹെൽത്തി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വിളിക്കുന്നുണ്ട് ലോക്കി എന്നാണ് ആ ഒരു മകനെ പേരിട്ടത്. അങ്ങനെ ആദ്യമായിട്ട് ആ കൊച്ചിനെ അവൾ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അവൾ കിടന്ന് കാറുന്നുണ്ട്, ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇതെൻ്റെ കുഞ്ഞല്ല, ഇതെനിക്ക് ഉറപ്പാണ്, ഇതെൻ്റെ കുഞ്ഞല്ല, ഇതെൻ്റെ ആകാൻ വഴിയുമില്ല. ബാക്കിയുള്ളവർ പറയുന്നതൊന്നും തന്നെ അവൾ കേൾക്കുന്നില്ലായിരുന്നു. അവൾ പറയുന്നുണ്ട്, രാജാവിനോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, അത് ജനിച്ചപ്പോൾ തന്നെ മരിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതൊരു കേഴ്സാണ്, അതിനെ നോക്കിക്കേ, അതിന് മോൺസ്റ്ററാണ്, അതിൻ്റെ കണ്ണുകൾ കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ ജനിച്ച് വീണപ്പോൾ തന്നെ ലോക്കിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടെങ്കിലും പുള്ളിക്കാരന് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ അമ്മ വരെ പുള്ളിക്കാരനെ ഉപേക്ഷിച്ചു. തൻ്റെ കയ്യിലൊന്ന് കയറി പിടിക്കാൻ പോലും എൽബഫിൽ ആരും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ എസ്ട്രഡ് ലോക്കിനെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരി നേരെ താഴത്തേക്ക് എറിയുവാണ്. അതായത് നമ്മുടെ റിലം ഓഫ് ഡെഡിലേക്ക് ലോക്കിനെ എറിയുവാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഇങ്ങനൊരു കൊച്ചു പോയി ജനിച്ചിട്ട് പോലും ഇല്ല. ഞാൻ നിങ്ങളോട് എല്ലാവരും പറയുവാണ്, ഈ ഒരു കാര്യം ആരോടും പറയാൻ സാധിക്കത്തില്ല. ഞാൻ ഇങ്ങനൊരു അമ്മയാകാൻ തയ്യാറല്ല. ഈ കൊച്ചി എൻ്റെതല്ല, ഞാൻ ഇങ്ങനൊരു കൊച്ചിന് ജനനം നൽകിയിട്ടുമില്ല. എക്സ്ട്രാ ആയിട്ട് പുള്ളിക്കാരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമായിരുന്നു. ബാക്കിയുള്ളവരൊന്നും ചോദിക്കുന്നുണ്ട്, മൈക്യൂൻ താങ്കൾ ഇത് എവിടെ പോകുവാണ്? ഞാൻ ഇനി ഒരിക്കലും ഒരു കൊച്ചിന് ജനനം നൽകുന്നതല്ല, ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിൽ പോകുവാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? അതെ, റിലം ഓഫ് ഡെഡിൽ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കൊച്ചു ലോക്കി ചോരയിൽ കുളിച്ചുകൊണ്ട് ആ ഒരു ആഡം സ്ട്രീക്ക് കയറാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. കാര്യം അത്രത്തോളം പുള്ളിക്കാരൻ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞാണ്, നേരെ ചൊവ്വേ നടക്കാൻ പോലും ആയില്ല. ആ പ്രായത്തിൽ തന്നെ റിലം ഓഫ് ഡെഡിലെ പല മോൺസ്റ്റേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ചോരയിൽ കുളിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ അതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അധികം വൈകാതെ തന്നെ നമ്മുടെ എസ്ട്രഡ് ഉണ്ടല്ലോ, പുള്ളിക്കാരിക്ക് ഒരു അസുഖം വന്ന് താഴെ വീഴുവാണ്. പുള്ളിക്കാരി പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ആ കൊച്ചിനെ ഇവിടേക്ക് കയറ്റില്ലേ, അവൻ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ്. കിങ് ഹാറിൽ അവൻ്റെ കൈകൊണ്ട് തന്നെ മരിക്കും. അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എന്തൊക്കെ വന്നാലും ആ കൊച്ചിനെ ഇവിടേക്ക് കയറ്റാൻ പാടില്ല. എന്നാൽ ഈ സമയത്ത് മറ്റൊരു സ്ഥലത്ത് നമ്മുടെ കിങ് ഹാർഡിൽ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടായിരുന്നു. കാര്യം പുള്ളിക്കാരൻ പല പല കൺട്രീസായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാൻ നേരത്ത് ഈ വേൾഡ് ഗവൺമെൻറ് പുള്ളിക്കാരൻ്റെ എതിരെ വന്ന് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇടേനെ, അതേപോലെ ഹജറുദ്ദീനെയാണ്. അവൾ ചോദിക്കുന്നുണ്ട്, എടാ നിനക്ക് നിൻ്റെ അനിയനെ കാണണേ? അനിയനോ? അവൻ്റെ അനിയനൊന്നുമല്ല, അവൻ അമ്മയുടെ മകനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവൻ അനിയെന്ന് വിളിക്കുന്നുമില്ല. നീ അങ്ങനെയൊന്നും പറയല്ലേ, നീ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാനേ പാടില്ല. എന്നാൽ ആ നിമിഷം മുതൽ തന്നെ പിന്നെ നമ്മുടെ എൽബോഫിൽ സംഭവിച്ച എല്ലാത്തിനും ഉത്തരവാദി നമ്മുടെ ലോക്കിയായിട്ട് മാറി. മിസ്ഫോർച്യൂണിന്റെ ഒരു വരവ് ലോക്കിയിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ലോക്കി ഒരു കേഴ്സായിട്ട് മാറുമായിരുന്നു. അങ്ങനെയാണ് എൽബഫിൽ അക്കേഴ്സ്ഡ് പ്രിൻസ് ജനിക്കുന്നത്. ഗൈസ്, നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ആണെന്ന് ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. സോ അടുത്ത ചൊവ്വാഴ്ച ആയിരിക്കും വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1154 സ്പോയിലേഴ്സ് വരാൻ പോകുന്നത്. അത് നമ്മുടെ സെക്കൻഡറി ചാനലായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാനും പോകുന്നത്.